يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا. ആയത്ത് 71. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖുദൂ ഹിദ്റക്കും, നിങ്ങൾ സൂക്ഷ്മതയുടെ മാധ്യമങ്ങളെ സ്വീകരിക്കുക. ഫൻഫിറൂ സുബാത്തിൻ, ശേഷം ചെറു സംഘങ്ങളായി നിങ്ങൾ പുറപ്പെടുക. അവിൻഫിറൂ ജമീഅ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പുറപ്പെടുക. ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായ അധ്യായവും അധ്യാപനവുമായ ജിഹാദിനെ പറ്റിയാണ്. ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും മുഴുവൻ സംസ്കാരങ്ങളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ആവശ്യ സമയത്ത് പോരാടുന്നതിനെ സമ്മതിക്കുന്നുണ്ട്, പോരാടുന്നുമുണ്ട്. ഇസ്ലാം ഈ വിഷയത്തെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും 3 നിലയിൽ ഇതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. 1, പോരാട്ടത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2, പോരാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 3, പോരാട്ടത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. പോരാട്ടത്തിന് മുമ്പ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ് കഴിവിൻ്റെ പരമാവധി അമുസ്ലിം സഹോദരങ്ങളോട് എന്നല്ല ശത്രുത പ്രഖ്യാപിച്ചവരോടും നല്ല നിലയിൽ കഴിയാൻ പരിശ്രമിക്കണം. അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും നന്മയെക്കുറിച്ച് പരിചയപ്പെടുത്താനും അധ്വാനിക്കണം. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളെയും അവഗണിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുക്കറമയിലെ 13 വർഷം മദീന മുനവ്വറയിൽ വന്നിട്ടും ആദ്യത്തെ സന്ദർഭങ്ങളിൽ ഈയൊരു സമീപനമാണ് സ്വീകരിച്ചത്. പരിശുദ്ധ ഖുർആൻ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ്. ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യിൻ, മാപ്പ് കൊടുക്കിൻ, പടച്ചവനൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് വരെ. ഈ നിലയിൽ കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ 2 വിഭാഗമായി മാറി. 1, ഒരു കൂട്ടം ആളുകൾ അവരുടെ മനസ്സുകൾ തുറക്കപ്പെട്ടു, നന്മയിലേക്ക് കടന്നു വന്നു. വേറൊരു കൂട്ടം ആളുകൾ അധർമ്മത്തിലും അക്രമത്തിലും ഉറച്ചു നിന്നു. അവർ അതിൻ്റെ വഴിയിൽ കൂടുതൽ സഞ്ചരിച്ചു. മറുഭാഗത്ത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്, ആരെങ്കിലും മർദ്ദിക്കപ്പെടുന്ന സമയത്ത് കഴിയേണ്ടതുപോലെ കഴിഞ്ഞാൽ പടച്ചവൻ അവർക്ക് ശക്തി നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി വൃന്ദം അവർ വലുതായി. അവർക്ക് അല്ലാഹു തആല വിശ്വാസപരമായും വിജ്ഞാനപരമായും ആരോഗ്യപരമായും ശേഷികൾ കൊടുത്തു. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല പോരാട്ടത്തിന് കൽപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ആദ്യത്തെ ഉപദേശം, യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റക്കും ഫൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ ജമീഅ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മതയെ മുറുകെ പിടിക്കുക. ഹിദ്ർ, രക്ഷാമാധ്യമങ്ങൾ ഉപയോഗിക്കുക. ഒന്നെങ്കിൽ
തന്ത്രങ്ങളിലൂടെ, തന്ത്രജ്ഞതകളിലൂടെ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മുറകൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നതിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കഴിവിൻ്റെ പരമാവധി പ്രശ്നം ഒഴിവാക്കാൻ പരിശ്രമിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവിടെ പ്രശ്നമുണ്ടായി ഇവിടെ എടുത്തുചാട്ടം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ 10 തിരിച്ചങ്ങോട്ട് ഇതും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. കഴിവിൻ്റെ പരമാവധി തന്ത്രജ്ഞതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കും. അങ്ങനെ നടക്കുന്നില്ല. ആരോഗ്യം സംരക്ഷിക്കാൻ പരിശ്രമിക്കും. പോരാട്ടത്തിന് ആവശ്യം വരുന്ന കാര്യങ്ങളെ ഒരുക്കൂട്ടാൻ അധ്വാനിക്കും. فانفروا ثبات أو انفروا جميعا. ഈ സൂക്ഷ്മതയിൽപ്പെട്ടതാണ് ജാഗ്രതയോടുകൂടി കഴിയണം. പരിസരങ്ങളെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയ കാലാവസ്ഥയെ ഗൗനിക്കണം. ജനങ്ങളുടെ കയറ്റിറക്കങ്ങളെ പരിഗണിക്കണം. ഒരു സത്യവിശ്വാസി പരിസരബോധമില്ലാതെ ഹൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നയാളാകാൻ പാടില്ല. സാഹചര്യങ്ങളെപ്പറ്റി ഓർമ്മ വേണം. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവിടെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. നമസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കും. ആ സമയത്ത് എല്ലാവരെയും അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മുഴുവൻ ആളുകളും സീറ്റിന് മുകളിൽ കുത്തിയിരിക്കുന്നു. അവിടെ ഞാൻ നടുക്കേറി നിസ്കരിക്കുന്നു. ഇല്ല, അവിടെ സൂക്ഷ്മത കാണിക്കും. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ലളിതമായ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കും. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളിൻ. നിങ്ങളുടെ ഒരു കണ്ണ് തികഞ്ഞ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം. നിങ്ങളുടെ ഇണകളെ ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം, കുടുംബത്തെ ശ്രദ്ധിക്കണം, നാടിനെ ശ്രദ്ധിക്കണം. ജനങ്ങളുമായി വലിയ സാഹോദര്യത്തിൽ കഴിയണം. പക്ഷേ ശ്രദ്ധ വേണം. കണ്ടവരോടെല്ലാം രഹസ്യങ്ങൾ പറയൽ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി വേണ്ടതും വേണ്ടാത്തതുമെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കൽ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റകും ഫൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ ജമീഅ. അങ്ങനെ നിങ്ങൾ ജാഗ്രത പുലർത്തി. എന്നിട്ടും പ്രശ്നം സങ്കീർണമായി. ഈ സമയത്ത് പ്രവാചകൻ്റെ നിർദ്ദേശം വന്നാൽ നിങ്ങൾ ചെറു സംഘങ്ങളായും പുറപ്പെടുക, എല്ലാവരും സംയുക്തമായും പുറപ്പെടുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ. ഇന്നോ കാര്യകർത്താക്കളുമായി കൂടിയാലോചിക്കണം. അവർ ഏതൊരു കാര്യം പറയുമോ അത് ചെയ്യണം. അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്, ചെയ്തോളും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം. ബാക്കി പടച്ചവൻ്റെ നിർദ്ദേശം നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കും. കാര്യങ്ങളെ ശരിയായി വിലയിരുത്തിൻ. അവസ്ഥകളെക്കുറിച്ച് നന്നായി ശ്രദ്ധിക്കൻ. എന്നിട്ട് കൂടിയാലോചിക്കൻ. കൂടിയാലോചിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം നിങ്ങൾ പാലിക്കൻ. ഫൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ ജമീഅ. ഇവിടെ ഒരു സംശയം വരും, പിന്നെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇന്ന് ഒറ്റയ്ക്കും കൂട്ടായും അല്ലെങ്കിൽ ചെറു സംഘങ്ങളായും മുഴു സംഘങ്ങളായും പുറപ്പെടാൻ പറയാത്തത്? അതിൻ്റെ സാഹചര്യത്തിൽ അവർ പറയും, ഇന്ന് അവരെന്താണോ നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കും ചെറിയ സംഘങ്ങളായും മുഴു സംഘങ്ങളായും നിങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് അവരുടെ നിർദ്ദേശം നിങ്ങൾ സാഹചര്യങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ശരിയായ നിലയിൽ നിർവഹിക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ നിർവഹിക്കിൻ. പ്രത്യേകിച്ചും പ്രബോധനത്തിൻ്റെ ബാധ്യത നിർവഹിക്കിൻ. ഇവിടെ സമുദായത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ വലിയ വിഷയമാണ്. നിങ്ങളുടെ ധാർമ്മിക ബാധ്യത പ്രബോധനമാണ്. ദീനിനെ പഠിക്കിൻ, അതിനെ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളിൻ, കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കിൻ. يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا. പ്രത്യേകിച്ചും ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നു. മുസ്ലിമീങ്ങൾ ആരംഭ കാലഘട്ടത്തിൽ ധാരാളമായി സഹിച്ചു, ക്ഷമിച്ചു. വളരെയധികം അവർ ത്യാഗങ്ങൾ സഹിക്കുകയുണ്ടായി. പക്ഷേ അല്ലാഹു തആല അവിടെയെല്ലാം ക്ഷമിക്കാൻ പറഞ്ഞ് വീണ്ടും അവർ ക്ഷമിച്ചു. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ശക്തി ലഭിച്ചതായ സമയത്ത് പടച്ചവൻ തിരിച്ചടി നൽകാൻ കൽപ്പിക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ മദീന മുനവ്വറയിൽ ഒരു ഇസ്ലാമിക ഭരണം നിലവിൽ വന്നപ്പോൾ പടച്ചവൻ തിരിച്ചടിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ചിലർക്കത് ബുദ്ധിമുട്ട് വന്നു. അവരെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇതാണ് പശ്ചാത്തലം. അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ പാലിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ആയത്തിൽ പറയപ്പെട്ട ആദ്യത്തെ കാര്യം പരിപൂർണമായി പാലിക്കണം. വലിയ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം, വളരെയധികം ജാഗ്രത വേണം. എന്തെങ്കിലും വിഷയമുണ്ടായാൽ നേതൃത്വവുമായി ബന്ധപ്പെടും, മഹല്ല് നേതൃത്വവുമായി ബന്ധപ്പെടും, സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെടും, സംസ്ഥാന നേതൃത്വം അതുപോലെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെടും. എന്നിട്ട് നിങ്ങൾ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവർ നൽകിയിരിക്കുന്ന മാർഗരേഖ, റൂട്ട് മാപ്പ്, അത് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ പാലിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറു സംഘങ്ങളായിക്കൊണ്ട് നിങ്ങൾ പാലിക്കും. അതുപോലെ നിങ്ങൾ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടും ആ കാര്യം നിങ്ങൾ പാലിക്കും. فانفروا ثبات أو انفروا جميعا. നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പരിപൂർണമായി നിങ്ങൾ പാലിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്കും പാലിക്കും, ചെറു സംഘങ്ങളായും പാലിക്കും, അതുപോലെ കൂട്ടായിട്ടും പാലിക്കും. പ്രത്യേകിച്ചും ഇന്ന് കൽപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ദീനിനെ പഠിക്കുക എന്നുള്ളത്. ഓരോരുത്തരും മസ്ജിദുമായി ബന്ധപ്പെടുക എന്നുള്ളത്, ഓരോ കുട്ടികളെയും മദ്രസയുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത്, ഓരോരുത്തരും അവരവരുടെ വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്, അയൽവാസികളെയും നാട്ടുകാരെയും നന്മയുമായി ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കുക, പരസ്പരം സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടി എത്തിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് പാലിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.